ആഫ്റ്റർ പ്ലസ് ടു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് അലൈഡ് ഹെൽത്ത് സെക്ഷനിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കാർഡിയോവാസ്കുലർ ടെക്നോളജി. അപ്പൊ എന്താണ് ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജി, അല്ലെങ്കിൽ ആരാണ് ഈ കാർഡിയോവാസ്കുലർ ടെക്നോളജിസ്റ്റ്? അപ്പൊ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതുപോലെ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ്, സാലറീസ് ഇതെന്നിവയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ EBS എഡ്യൂക്കേഷൻ. ഹാർട്ടിന്റെയും ബ്ലഡ് വെസൽസിന്റെയും ഒക്കെ കണ്ടീഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് അതിന് വേണ്ട ഒരു ട്രീറ്റ്മെന്റ് നൽകുകയും അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനെ നമ്മൾ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുക. ഇതിപ്പോ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഹേർട്ടിന്റെ എന്തെങ്കിലും അസുഖം പരമായിട്ട് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമുക്കിപ്പോ എക്കോ എടുക്കാനായിട്ട് പറയും. ഇപ്പൊ ഈ എക്കോ എടുക്കുന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും ഈ കാർഡിയോ വാസ്കുലർ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് നമ്മൾ ഒരു ഡോക്ടറിന്റെ ഇതിൽ അസിസ്റ്റ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സിന് ശേഷം എത്തുക. 4 ഇയർ ആണ് ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. അതായത് 3 വർഷത്തെ പഠനവും 1 വർഷത്തെ ഇന്റേൺഷിപ്പ്. നമുക്ക് ഇത് ഫസ്റ്റ് ഇയറിലും അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലും നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സുകളാണ് വരണമെന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് ഹ്യൂമൻ അനാറ്റമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോ കെമിസ്ട്രി, പാത്തോളജി. ഇനി സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ആയിട്ടാണ് നമുക്ക് ECG, എക്കോ കാർഡിയോഗ്രാം, അതുപോലെ കാത്ത് ലാബ് പ്രൊസീജിയർ ഒക്കെ പഠിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് ഇയറിലേക്ക് ആയിരിക്കും. കേരളത്തിൽ നമുക്ക് അഡ്മിഷൻ എങ്ങനെയാണ് കിട്ടണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് LBS എന്ന് പറയുന്ന ഒരു അലോട്ട്മെന്റ് ത്രൂ ആയിരിക്കും നമുക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. നമുക്ക് പ്ലസ് ടുവിന് ഒരു 90% ആൻഡ് എബവ് മാർക്കുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തിൽ LBS ത്രൂ അലോട്ട്മെന്റിൽ കൊടുത്ത് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി നമ്മൾ നിയർ ബൈ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കർണാടക, തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ ഒരുപാട് കോളേജസിൽ ഈ ഒരു കോഴ്സ് ഫെമിലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇനി ജോബിന്റെ കാര്യം നോക്കുന്ന സമയത്ത് നമുക്ക് ജോബിൽ ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റും നോൺ ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. ഇപ്പൊ ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം കാത്ത് ലാബിൽ വരുന്ന ആന്റിയോഗ്രാം, ആന്റിയോപ്ലാസ്റ്റിക്, ഇലക്ട്രോ ഫിസിയോളജി, ഫേസ് മാർക്ക് ഇംപ്ലിമെന്റേഷൻ ഇങ്ങനെ തുടങ്ങിയ നിരവധി ഫീൽഡിലേക്കും, അതുപോലെ നോൺ ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ OP, ECG, എക്കോ, കാർഡിയോഗ്രാഫി തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്കും ആയിരിക്കും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന. മോസ്റ്റ്ലി ഇന്ന് സ്റ്റുഡൻസ് പോവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇൻവേസീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ്. ഇതിന്റെ മാസ്റ്റേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് BSc കാർഡിയോവാസ്കുലർ ടെക്നോളജിന്റെ MSc വെർഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മാനേജ്മെന്റ് പരമായിട്ട് നിങ്ങൾക്ക് നീങ്ങാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ MBA വെർഷൻ എടുക്കുക. അതായത് MBAയിൽ നമുക്ക് ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, അതുപോലെ തന്നെ MPH ഉണ്ട്, മാസ്റ്റർ ഇൻ പബ്ലിക് ഹെൽത്ത് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോളേജസിൽ ഹോസ്പിറ്റൽ, അത് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടോ അതോ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണോ എന്നുള്ളതും, അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഹേർട്ട് പേഷ്യൻസ് ഒക്കെ വരുന്ന ഹോസ്പിറ്റൽ ആണോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഈ ഒരു മേഖലയിലിട്ട് തിരിയുമ്പം ഒരുപാട് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഇപ്പൊ സ്റ്റുഡൻസിന് വരുന്നുണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച്. അപ്പൊ അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് എല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും മറ്റു ഡീറ്റെയിൽസിനും വേണ്ടി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.